ഇവിടെ ജയറാം സാർ പറഞ്ഞ പോലെ നിങ്ങളെ കുറിച്ച് വേറെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുള്ള വിദ്യാധാരണയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവം പറയാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാനും എല്ലാവർക്കും വേണ്ടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പ്രശ്നം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ അച്ഛന്റെ ഒരു സിസ്റ്റർ, കസിൻ സിസ്റ്റർ 2022 ഡിസംബർ 24 മരിച്ചു പോകുന്നു. പ്രായമായി 83 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ആള് മരിക്കുന്നു. ആ നാട്ടിലെ ഒരു പൊതുകാര്യ പ്രസക്തിയുള്ള പല കാര്യങ്ങളും ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ രാജമ്മ ചേച്ചി, അതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി എല്ലാവരും വളരെ സ്നേഹത്തോടെ കരുതലോടെ ഒക്കെ നടക്കുന്ന ആളായിരുന്നു. 25-ാം തീയതി രാവിലെ 10 മണിക്ക് ശവസംസ്കാരം വെക്കുന്നു. 2022 ഡിസംബർ 25-ാം തീയതി. ഒരേ ഒരു മോനാണുള്ളത്. പക്ഷെ ഈ മോന് തലേന്ന് രാത്രി മുതൽ ആഹാരം കഴിക്കാൻ എന്താണോ ഡീഹൈഡ്രേഷൻ വന്ന് 9:15 ഇവൻ തല കറങ്ങി വീഴുന്നു. ഇപ്പൊ ഞങ്ങളുടെ ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ ആളില്ല. ആളുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് ഇട്ടിരിക്കുക. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവൻ അത്രയും അറ്റാച്ച്മെന്റ് ആണ് അമ്മയോട്. ഇപ്പൊ നമ്മള് പറഞ്ഞ എല്ലാവരോടും 1000-ലധികം ആൾക്കാരുണ്ടായിരുന്നു. ഈ 1000-ലധികം ആൾക്കാരോട് ഞാനും എന്റെ ഒരു കസിനും കൂടെ പറഞ്ഞു. ചില സാങ്കേതിക കാര്യങ്ങളിൽ കണ്ടതാണ്, നമുക്ക് ഈ ശവസംസ്കാരം 2 മണിക്കൂർ മാറ്റി വെക്കുന്നു. ഇവന് ഈ കുപ്പി ട്രിപ്പ് കയറിയാൽ ഇവന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ശവസംസ്കാരത്തിന് എത്ര പേരുണ്ടായിരുന്നു അറിയോ? 25 പേര്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ശവസംസ്കാരം 10 മണിക്ക് പറഞ്ഞാൽ അന്നേരം വന്ന് പറയാൻ ആളുണ്ടാവും, മനോജ് പാവം നല്ല മനുഷ്യനായിരുന്നു പറയും. 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ചിതയില് ആ സമയത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത എന്നെ പോലെ 25 പേര് മാത്രമേ കാണുള്ളൂ. എന്നാൽ അവിടെ നിന്ന് നമുക്ക് ഊരി പോകാൻ പറ്റാത്ത ആൾക്കാർ. ആ 25 പേർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ പോയ 1000 പേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെന്തോ വലിയ സംഭവമാണ്, നിങ്ങളില്ലേ ഭൂമിയിലൊന്നും നടക്കിയല്ലോ, നമുക്ക് ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാലേ നടക്കുന്നത്. വെറുതെ തോന്നലാണ്. കാരണം മനുഷ്യന്റെ ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളൂ. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നാട്ടുകാർ നമ്മളെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നൽ മാറ്റി വെച്ചാലും നമുക്ക് കൊള്ളാം. അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പോലും സമയമില്ല. അപ്പോഴാണ് നാട്ടുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ചിന്തിക്കുന്ന നാട്ടുകാരുണ്ടെങ്കിൽ അവനും ഇത് മാത്രമേ പണിയുള്ളൂ. അവൻ ഇവിടെ ജീവിതത്തിൽ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. ഇതെന്നെ ഇതുപോലെ പല കാര്യങ്ങൾ പഠിപ്പിച്ച ഒരാളെയാണ് ഞാൻ സ്ക്രീനിലോട്ട് വിളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് മുബീൻ മുഹമ്മദ് എന്നുള്ള വ്യക്തിയെ കുറിച്ച് അറിയാം? ഒന്ന് കൈവെക്കുവോ? കേട്ടിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് വരണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം തിരിച്ചു വരാൻ സമ്മതിക്കുന്നില്ല. ഒന്ന് പോയതാണ്, വെറുതെ ഒന്ന് പോയതാണ്. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് അവിടെ വേറെ ഒന്നും പ്രശ്നമൊന്നുമല്ല. അദ്ദേഹത്തിന് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവരുമെന്നുള്ളത്. നമുക്ക് ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയോടുകൂടി മുബീൻ സാറിന്റെ വീഡിയോ കേൾക്കാം. ഓവർ ടു ദ വീഡിയോ. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. ലൈറ്റ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വളരെ ആവശ്യത്തോടെയാണ് ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്കറിയാം. മൈ ലൈഫ് സ്റ്റൈലിന്റെ യാത്രയിൽ ഏറ്റവും ഫാസ്റ്റായി ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സക്സസ് ബെറി ഗ്ലോബൽ. വളരെ സാധാരണ ആളുകൾ മുതൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആളുകളെയും ഈ ബിസിനസ്സിലൂടെ വലിയ അച്ചീവ്മെന്റിലേക്ക് കൈപിടിച്ച് ഉയർത്താനും ആ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനും സക്സസ് ബെറി ഗ്ലോബലിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ആ വിജയത്തിന്റെ യാത്രയിൽ വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബെറി ബ്ലാസ്റ്റ് എന്ന രീതിയിൽ എന്ന പേരിൽ ഇന്ന് മലപ്പുറത്ത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ദിവസം ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറാൻ സാധിക്കും. ഇതുപോലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത എന്താണെന്നും ഈ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണെന്നും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുമുള്ള ഒരു തോന്നലും വിശ്വാസവും ഒക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു കരിയറാക്കി മാറ്റാനും സാധിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിലെ ഒരു റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവായി ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നമുക്ക് നൽകുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. നാളെ ലോകത്തിൽ തന്നെ 1-ാം നമ്പർ ആകാൻ പോകുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇന്ത്യക്കാർക്ക് ലോകത്തെങ്ങും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും അതിലുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മികച്ച
വളരെ അനിവാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും, സാധാരണ ആളുകൾ പോലും മികച്ച ഒരു സെലക്ഷൻ കൊണ്ട്, റൈറ്റ് സെലക്ഷൻ കൊണ്ട് സാധാരണ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ ആളുകളെക്കാൾ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയവരുണ്ട്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു മികച്ച അവസരം തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ട്, സാധാരണ ആളുകൾ ഉണ്ടാക്കിയ വലിയ അച്ചീവ്മെന്റ് പോലും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട്, ജീവിതത്തിൽ നമുക്ക് ഒരേ ഒരു ചാൻസേ ഉള്ളൂ. അത് വളരെ ബുദ്ധിപൂർവ്വം എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു ലോകത്തിന്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ബിസിനസ്സിൽ ഹൈലി കോമ്പറ്റീഷനും അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും വിജയിക്കാൻ കഴിയാത്ത ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഇന്നൊരു സാധാരണക്കാരന് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസരം നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. ഈ ബിസിനസ് നല്ലൊരു കരിയറായി തിരഞ്ഞെടുക്കുന്ന ഇവിടെ നിങ്ങൾക്ക് മനോജ് സാറിനെ കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കാണാൻ പറ്റും. കോർപ്പറേറ്റ് ലെവലിലൊക്കെ തന്നെ വളരെയധികം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള വിജയിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത്? അതിന്റെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ മൈ ലൈഫ് സ്റ്റൈലിന്റെ സിഇഒ സലീൽ മാത്യു സാർ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് റീജിയണൽ കോർഡിനേറ്റർ ബോബി സാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്റെ ടീമിൽ ഇന്ന് ഏറ്റവും ഷൈനിങ് അച്ചീവ്മെന്റുള്ള ജയറോ സാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ജയറോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ ഒരു ഓഫീസർ ആയിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മൈ ലൈഫ് സ്റ്റൈലിനെ ഫുൾ ടൈം ആയിട്ട് എടുത്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ബിസിനസിന്റെ സാധ്യത തന്നെയാണ്. തീർച്ചയായും വരുന്ന തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയിടാൻ പറ്റിയാൽ അതായിരിക്കും ബുദ്ധിപൂർവ്വം ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. അവരും കണ്ട അച്ചീവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ ബിസിനസ്സിലൂടെ എന്റെ ലൈഫിൽ കണ്ട സ്വപ്നങ്ങൾ കണ്ട എല്ലാ കാര്യങ്ങളും, നല്ല വീട്, നല്ല വാഹനങ്ങൾ, അതേപോലെ തന്നെ നല്ല ലൈഫ് സ്റ്റൈല് ഒക്കെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കണമെന്നുള്ളത് വളരെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷേ പല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ അമേരിക്കയിലുമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ അച്ചീവ്മെന്റ്സ് ഉണ്ടാകാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരം പ്രൊമോട്ട് ചെയ്ത മൈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിന് വളരെ ഹൃദ്യമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. കമ്പനിയുടെ ഒരു ഫോറിൻ ട്രിപ്പ് തായ്ലൻഡ് കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. ഇത് പ്ലാൻ ചെയ്ത് പ്രയോജനപ്പെടുത്തുക. അതേപോലെ തന്നെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള പെർഫോമൻസ് ബോണസുകളും റാങ്ക് അച്ചീവ്മെന്റ്സിനുള്ള എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റിയ ഒരു റൈറ്റ് പ്ലാറ്റ്ഫോമാണ്. ഫോക്കസ് and create history. All the best wishes and congratulations to Team Successberry Global and all the best wishes for this wonderful event. Very blessed. Thank you very much. Royal Diamond moving forward. Thank you.